ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സിമ്പിൾ സെൻറ്റൻസുകളാണ്. ഡെയിലി ലൈഫിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സെൻറ്റൻസുകളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. പിന്നെ വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് സെൻറ്റൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഞാൻ ഇന്ന് വേഗം പോകും. നമ്മൾ പറയാറുണ്ടല്ലോ, ഞാൻ ഇന്ന് വേഗം പോകും. എങ്ങനെ പറയാ? വരാനിരിക്കുന്ന ഒരു കാര്യമാണല്ലേ. ഐ വിൽ ഗോ ഏർലി ടുഡേ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ വിൽ ലീവ് ഏർലി ടുഡേ എന്ന് പറയാം. അപ്പോൾ ഐ വിൽ ഗോ ഏർലി ടുഡേ അല്ലെങ്കിൽ ഐ വിൽ ലീവ് ഏർലി ടുഡേ. ഞാൻ ഇന്ന് വേഗം പോകും. ഓക്കെ, നീ പെട്ടെന്ന് റെഡിയാകൂ. നീ പെട്ടെന്ന് റെഡിയാകൂ. എങ്ങനെ പറയാ? ഗെറ്റ് റെഡി ക്വിക്ക്ലി. ഗെറ്റ് റെഡി ക്വിക്ക്ലി. നീ പെട്ടെന്ന് റെഡിയാകൂ. നെക്സ്റ്റ്, ഞാൻ നിന്നെ കാത്തു നിൽക്കില്ല. ഞാൻ നിന്നെ കാത്തു നിൽക്കില്ല. എങ്ങനെ പറയാ? ഐ വോണ്ട് വെയിറ്റ് ഫോർ യു. ഐ വോണ്ട് അല്ലേ, ഐ വിൽ നോട്ട് വെയിറ്റ് ഫോർ യു എന്നാണ്. അതിനെ ഷോർട്ടാക്കിയിട്ടാണ് ഐ വോണ്ട് വെയിറ്റ് ഫോർ യു. ഞാൻ നിന്നെ കാത്തു നിൽക്കില്ല. ഓക്കെ, നെക്സ്റ്റ്, എനിക്ക് 11 മണിക്ക് പോകണം. അല്ലേ, അതെൻ്റെ ഒരു ആവശ്യമാണ്, നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് 11 മണിക്ക് പോകണം. നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഐ ഹാവ് ടു ലീവ് അറ്റ് 11 o'clock. ഐ ഹാവ് ടു ലീവ് അറ്റ് 11 o'clock. കൃത്യസമയം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അറ്റ് 11 o'clock എന്ന് വേണം പറയാനായിട്ട്. ഐ ഹാവ് ടു ലീവ് അറ്റ് 11 o'clock. എനിക്ക് 11 മണിക്ക് പോകണം. നീ അപ്പോഴേക്കും ബസ് സ്റ്റോപ്പിൽ എത്തൂ. നമ്മൾ ഒരാളോട് പറയാണല്ലേ, നീ അപ്പോഴേക്കും ബസ് സ്റ്റോപ്പിൽ എത്തൂ. എങ്ങനെ പറയാ? റീച്ച് ദ ബസ് സ്റ്റോപ്പ് ബൈ ദെൻ. റീച്ച് ദ ബസ് സ്റ്റോപ്പ് ബൈ ദെൻ. ഇവിടെ യു റീച്ച് ദ ബസ് സ്റ്റോപ്പ് എന്ന് പറയേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ നേരിട്ടോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരാളോട് നേരിട്ട് നമ്മൾ പറയുകയാണ്, ഫോണിലായാലും നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടായാലും ഒക്കെ നമ്മൾ പറയുന്നത് കൊണ്ട് തന്നെ ഒരു സബ്ജക്റ്റ് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. റീച്ച് ദ ബസ് സ്റ്റോപ്പ് ബൈ ദെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അപ്പോഴേക്കും എന്ന് പറയുന്നത് കൊണ്ടാണ് ബൈ ദെൻ എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റീച്ച് ദ ബസ് സ്റ്റോപ്പ് ബൈ ദെൻ, നീ അപ്പോഴേക്കും ബസ് സ്റ്റോപ്പിൽ എത്തൂ. ഓക്കെ, നെക്സ്റ്റ്, എനിക്ക് നേരത്തെ വരാൻ കഴിയുമോ? എങ്ങനെ പറയാ? എനിക്ക് നേരത്തെ വരാൻ കഴിയുമോ? Can I come early? അല്ലേ, can I come early? നമ്മൾ റിക്വസ്റ്റ് ചോദിക്കുകയാണ്, എനിക്ക് നേരത്തെ വരാൻ കഴിയുമോ? Can I come early? ഓക്കെ, നെക്സ്റ്റ്, നമുക്ക് ഫുഡ് പുറത്ത് നിന്ന് കഴിക്കാം. നമുക്ക് ഫുഡ് പുറത്ത് നിന്ന് കഴിക്കാം. എങ്ങനെ പറയാ? നമുക്ക് കഴിക്കാം. ലെറ്റ്സ് ഈറ്റ് ഫുഡ് ഔട്ട്സൈഡ്. ലെറ്റ്സ് ഈറ്റ് ഫുഡ് ഔട്ട്സൈഡ്. നമുക്ക് ഭക്ഷണം പുറത്ത് നിന്ന് കഴിക്കാം. നെക്സ്റ്റ്, ബസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഓട്ടോയിൽ പോകാം. എങ്ങനെ പറയാ? ബസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഓട്ടോയിൽ പോകാം. ഇഫ് വി ഡോണ്ട് ഗെറ്റ് എ ബസ്, നമുക്ക് ബസ് കിട്ടിയില്ലെങ്കിൽ വി ക്യാൻ ഗോ ബൈ ഓട്ടോ. അപ്പോൾ ഇഫ് വി ഗെറ്റ് എ ബസ് വി ക്യാൻ ഗോ ബൈ ഓട്ടോ. നമുക്ക് ബസ് കിട്ടിയില്ലെങ്കിൽ ഓട്ടോയിൽ പോകാം. അവിടേക്ക് കുറച്ച് ദൂരമുണ്ട്. നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, ഇപ്പം ദൂരമുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ നമ്മൾ പറയാറുണ്ട് അവിടേക്ക് കുറച്ച് ദൂരമുണ്ട്. എങ്ങനെ പറയാ? ഇറ്റ്സ് എ ലിറ്റിൽ ഫാർ ഫ്രം ഹിയർ. ഇറ്റ്സ് എ ലിറ്റിൽ ഫാർ ഫ്രം ഹിയർ. ഇവിടെ നിന്ന് അവിടേക്ക് കുറച്ച് ദൂരമുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, എവിടെയൊന്നും വെള്ളം കിട്ടില്ല. ഇവിടെയൊന്നും വെള്ളം കിട്ടില്ല. എങ്ങനെ പറയാ? ദർ ഇസ് നോ വാട്ടർ അവൈലബിൾ ഹിയർ. ദർ ഇസ് നോ വാട്ടർ അവൈലബിൾ ഹിയർ. ഇവിടെയൊന്നും വെള്ളം അവൈലബിൾ അല്ല, കിട്ടില്ല എന്നാണ്. ഓക്കെ, നെക്സ്റ്റ്, എനിക്ക് ബിരിയാണി വേണ്ട. എനിക്ക് പൊറോട്ട വേണ്ട. ഇങ്ങനെ ഒരു സാധനം നമുക്ക് വേണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഡോണ്ട് വാണ്ട് ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഐ ഡോണ്ട് വാണ്ട് ബിരിയാണി. വേറെ എന്താണോ നമുക്ക് പറയാനുള്ളത് അത് പറയാൻ പറ്റും. അപ്പൊ ഐ ഡോണ്ട് വാണ്ട് എന്ന് യൂസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്താണോ വേണ്ടാത്തത് അത് നമുക്ക് പറയാനായിട്ട് പറ്റൂ കേട്ടോ. ഐ ഡോണ്ട് വാണ്ട് ബിരിയാണി. എനിക്ക് ബിരിയാണി വേണ്ട. നെക്സ്റ്റ്, ആ ബിരിയാണിയിൽ ഉപ്പ് കൂടുതലാണ്. എങ്ങനെ പറയാ? ആ ബിരിയാണിയിൽ ഉപ്പ് കൂടുതലാണ്. ദാറ്റ് ബിരിയാണി ഈസ് ടു സോൾട്ടി. അല്ലെ, കൂടുതലാണ്. അപ്പം ദാറ്റ് ബിരിയാണി ഈസ് ടു സോൾട്ടി. ഓക്കെ, നെക്സ്റ്റ്, പച്ചക്കറി ഒന്നുമില്ല. പച്ചക്കറി ഒന്നുമില്ല. ഇപ്പം കഴിക്കുന്ന സമയത്താകാം, അല്ലെങ്കിൽ നമ്മൾ കടയിൽ പോകുന്ന സമയത്താകാം, പല സിറ്റുവേഷനിലും നമ്മൾ ഈ സെന്റൻസ് പറയാറുണ്ട്. പച്ചക്കറി ഒന്നുമില്ല. ദർ ആർ നോ വെജിറ്റബിൾസ്. ദർ ആർ നോ വെജിറ്റബിൾസ്. പച്ചക്കറി ഒന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ്, എനിക്ക് പച്ചക്കറിയാണ് ഇഷ്ടം. എങ്ങനെ പറയാ? എനിക്ക് പച്ചക്കറിയാണ് ഇഷ്ടം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഒരു കാര്യം നമുക്ക് ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ലൈക്ക് വെജിറ്റബിൾസ്. എനിക്ക് പച്ചക്കറിയാണ് ഇഷ്ടം. ഇനി എനിക്ക് പച്ചക്കറി ഇഷ്ടമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഡോണ്ട് ലൈക്ക് വെജിറ്റബിൾസ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ്, മീൻ കഴിക്കാറില്ലേ?
അല്ലേ? മീൻ കഴിക്കാറില്ലേ? എങ്ങനെയാ ചോദിക്കുക? ഡോണ്ട് യു ഈറ്റ് ഫിഷ്? ഡോണ്ട് യു ഈറ്റ് ഫിഷ്? ചിക്കൻ കഴിക്കാറില്ലേ? ഡോണ്ട് യു ഈറ്റ് ചിക്കൻ? ഇങ്ങനെ പറയാട്ടോ. വല്ലപ്പോഴും ഫിഷ് കറി കഴിക്കും അല്ലേ? അങ്ങനെ ഇഷ്ടമൊന്നല്ല, വല്ലപ്പോഴും ഫിഷ് കറി കഴിക്കും. എങ്ങനെ പറയൂ? ഐ ഈറ്റ് ഫിഷ് കറി സംടൈംസ്. ചിലപ്പോഴൊക്കെ അല്ലെങ്കിൽ വല്ലപ്പോഴും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് സംടൈംസ് യൂസ് ചെയ്യാം, ഒക്കേഷണലി യൂസ് ചെയ്ത് പറയാറുണ്ട് കേട്ടോ. ഐ ഈറ്റ് ഫിഷ് കറി സംടൈംസ്. ഓക്കെ, ഇനി ഈറ്റിന് പകരം നമ്മൾ ഹാവ് യൂസ് ചെയ്തും പറയാറുണ്ടല്ലോ. ഐ ഹാവ് ഫിഷ് കറി ഒക്കേഷണലി, സംടൈംസ് എന്ത് വേണമെങ്കിലും പറയാം. നെക്സ്റ്റ്, വേഗം ഫോൺ എടുക്കൂ. ഇപ്പം നമുക്ക് അർജന്റ് ആയിട്ട് ഒരാളെ വിളിക്കണം, ആ സമയത്ത് നമ്മൾ പറയാണ് വേഗം ഫോൺ എടുക്കൂ. പിക്ക് അപ്പ് ദ ഫോൺ ക്വിക്ക്ലി അല്ലേ? പിക്ക് അപ്പ് ദ ഫോൺ ക്വിക്ക്ലി. ഇതിപ്പോ ഫോൺ എടുക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി കോള് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ആൻസർ ദ ഫോൺ ഫാസ്റ്റ്. ആൻസർ ദ ഫോൺ ഫാസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഫോണ് കാണുന്നില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഒരു സാധനം കാണുന്നില്ലെന്ന് പറയാൻ വേണ്ടിയിട്ട് ഫോൺ കാണുന്നില്ല. അപ്പം നിന്റെ ഫോൺ, ഇപ്പൊ നമ്മൾ ഒരാളോട് ഏൽപ്പിക്കുകയാണ് എൻ്റെ ബാഗിൽ നിന്റെ ഫോൺ എടുക്കുക എന്ന് പറയുമ്പോൾ നിന്റെ ഫോൺ കാണുന്നില്ല എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണെങ്കിൽ ഐ കാൺട്ട് യുവർ ഫോൺ എന്ന് പറയാം. അതല്ല എൻ്റെ ഫോൺ തന്നെയാണെങ്കിൽ ഐ കാൺട്ട് മൈ ഫോൺ എന്ന് പറയാം. ഫോൺ കാണുന്നില്ല. ഓക്കെ, സിറ്റുവേഷൻ അനുസരിച്ച് പറയാം കേട്ടോ. എൻ്റെ ബാഗിൽ നോക്കൂ. എൻ്റെ ബാഗിൽ നോക്കൂ. ഇങ്ങനെ പറയാ, ചെക്ക് മൈ ബാഗ് അല്ലെങ്കിൽ ലുക്ക് ഇൻ മൈ ബാഗ്. ലുക്ക് ഇൻ മൈ ബാഗ് എന്ന് പറയാം. ബാഗിലുണ്ട് അല്ലെങ്കിൽ അത് ബാഗിലുണ്ട് എന്ന് പറയാറുണ്ടല്ലോ. ഇറ്റ്സ് ഇൻ ദ ബാഗ്. ഇറ്റ്സ് ഇൻ ദ ബാഗ് അല്ലേ? അതായത് ഫോൺ എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, ബാഗിലുണ്ട്. ഇറ്റ്സ് ഇൻ ദ ബാഗ്. ഓക്കെ, നീ അവളുടെ നമ്പർ അടിക്കൂ. പറയാറുണ്ടല്ലോ, നീ അവളുടെ നമ്പർ അടിക്കൂ. ഡയൽ ഹർ നമ്പർ. നീ അവളുടെ നമ്പർ ഡയൽ ചെയ്യൂ. ഓക്കെ, സോപ്പ് ഇല്ലേ അല്ലെ? ഒരു വസ്തു ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ ചോദിക്കുക? ഈസിന്റ് ദർ എനി സോപ്പ്. ഈസിന്റ് ദർ എനി സോപ്പ്. ഇനി നമ്മളൊരു വ്യക്തിയോട് ചോദിക്കുകയാണെങ്കിൽ നിനക്ക് സോപ്പ് ഇല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡോണ്ട് യു ഹാവ് സോപ്പ്. ഡോണ്ട് യു ഹാവ് സോപ്പ്. ഓക്കെ, സോപ്പ് തീർന്നോ? സോപ്പ് തീർന്നോ? എങ്ങനെ ചോദിക്കാം? ഒരു വസ്തു തീർന്നോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് റൺ ഔട്ട്, അതുപോലെ ഫിനിഷ്ഡും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ രണ്ട് രീതിയിലും നമുക്ക് പറയാം. ഈസ് ദ സോപ്പ് ഫിനിഷ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഈസ് ദ സോപ്പ് ഫിനിഷ്ഡ്? സോപ്പ് തീർന്നോ? ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ്, ഡിഡ് ദ സോപ്പ് റൺ ഔട്ട്? ഡിഡ് ദ സോപ്പ് റൺ ഔട്ട്? എപ്പോഴും നമ്മളൊരു വസ്തു തീർന്നോ അല്ലെങ്കിൽ തീർന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് റൺ ഔട്ട് അല്ലെങ്കിൽ നമ്മൾ പാസ്റ്റിലാണെങ്കിൽ റാൻ ഔട്ട് എന്നൊക്കെയാണ് പറയേണ്ടത് കേട്ടോ. അതാണൊരു ഫ്ലുവന്റ്. ഫിനിഷ്ഡ് നമുക്ക് യൂസ് ചെയ്യാം. ഡിഡ് ദ സോപ്പ് റൺ ഔട്ട്? സോപ്പ് തീർന്നോ? നെക്സ്റ്റ്, സോപ്പ് ബാത്റൂമിൽ ഉണ്ടാകും. സോപ്പ് ബാത്റൂമിൽ ഉണ്ടാകും. ദ സോപ്പ് വിൽ ബി ഇൻ ദ ബാത്റൂം. ദ സോപ്പ് വിൽ ബി ഇൻ ദ ബാത്റൂം. സോപ്പ് ബാത്റൂമിൽ ഉണ്ടാകും. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സോപ്പ് 2 ദിവസമായി തീർന്നിട്ട് എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അതായത് സോപ്പ് 2 ദിവസമായി തീർന്നിട്ട് എന്നാണ്. ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോപ്പ് 2 ദിവസമായി തീർന്നിട്ട് എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, വീഡിയോസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. മുമ്പേ ഉള്ള നല്ല നല്ല വീഡിയോസുകൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക, പുതിയ ചാനൽ കാണുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും മസ്റ്റ് ആയിട്ടും കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.